5ാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നാളെ നിങ്ങൾക്ക് കുറച്ച് പേർക്ക് അടിസ്ഥാന പാഠാവലിയുടെ എക്സാമാണ്. അപ്പം നമുക്ക് അടിസ്ഥാന പാഠാവലി ക്ലാസ്സുകളിപ്പം നടന്നുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. കുറച്ച് പേർക്ക് മാത്രമാണ് ഇപ്പോൾ പരീക്ഷ. ബാക്കിയുള്ള കുട്ടികൾക്കൊക്കെ മാർച്ച് ഒരു പകുതി ആകുമ്പോഴേ ആരംഭിക്കുകയുള്ളൂ. എങ്കിൽ പോലും നാളെ നമുക്ക് ചില ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതിനെക്കുറിച്ച് പറയാനാണ്. അപ്പോൾ കനൽ വഴിയിൽ കരുത്തോടെ എന്ന 3ാമത്തെ യൂണിറ്റാണ് ഞാൻ പറയുന്നത്. ഒന്നല്ലൊരു കോടി മാവേലിമാർ ഏഴാച്ചേരി സാറിൻ്റെ ആ കവിതയുടെ ഒരു ആസ്വാദനക്കുറിപ്പ് വരും എന്ന് പറയുകയല്ല, വരാൻ സാധ്യതയുണ്ട്. പിന്നെ ആ പാഠത്തിൽ നിങ്ങൾക്ക് വരാൻ ഒരു ഇതെന്ന് പറയുന്നത് എന്താ ഒരു ദുരന്ത അനുഭവങ്ങൾ ഏതെങ്കിലും നിങ്ങൾക്ക് അനുഭവത്തിലോ അല്ലെങ്കിൽ അറിഞ്ഞിട്ടുണ്ടോ എന്തോ ഉണ്ടെങ്കിൽ അങ്ങനെ ഒരെണ്ണത്തിൻ്റെ ഒരു അനുഭവക്കുറിപ്പ് തയ്യാറാക്കാൻ ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും ഒന്ന് കരുതി നോക്കി വെച്ചേക്കുക. പിന്നെ അടുത്തത് ഭൂമിക്ക് വേണ്ടി എന്നുള്ള പാഠം, അത് ആണ് ഈ യൂണിറ്റിലെ ഏറ്റവും കുറച്ച് പ്രാധാന്യമേറിയ പാഠം. ഗ്രേറ്റയുടെ സമരത്തെക്കുറിച്ച് അവിടെ പരിസ്ഥിതിക്ക് വേണ്ടിയുള്ള ചില പോസ്റ്ററുകൾ തയ്യാറാക്കാൻ ഒരു ചോദ്യമുണ്ട്. പിന്നെ ഒരു കത്ത്, ഗ്രേറ്റയ്ക്ക് ഒരു കത്ത് എഴുതിയ പോലില്ല, അതുപോലെ ഒരു കത്ത് എഴുതാൻ ഉള്ള ചോദ്യം വരാൻ സാധ്യതയുണ്ട്. പിന്നെ പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട ഒരു പ്രസംഗം തയ്യാറാക്കുക. നമ്മളെങ്ങനെയാണ് പ്രകൃതിയെ സംരക്ഷിക്കുന്നത്, പ്രകൃതി മീൻസ് പരിസ്ഥിതി എങ്ങനെ സംരക്ഷിക്കാം. പിന്നെ ഉള്ളതെന്ന് പറയുന്നത്, വേണമെങ്കിൽ നിങ്ങൾക്കൊരു ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം വഴിയാണ് അവൾ പ്രസിദ്ധിയായെന്നൊക്കെ ഉണ്ടല്ലോ, അപ്പം അതൊക്കെ ചേർത്ത് വെച്ചാണ് ഒരു കത്ത് നമ്മൾ ശരിയായി ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇതല്ലെങ്കിൽ പോലും ഈ പാഠത്തിൽ നിന്നൊരു കത്ത് തയ്യാറാക്കുക. തീം ഇതല്ല എന്നുണ്ട്, അതിൻ്റെ ഉള്ളടക്കം ആവണമെന്നില്ല. ഒരു കത്ത് തയ്യാറാക്കുക, അതിന് എന്നൊരു ക്വസ്റ്റ്യൻ തരും. ആ ക്വസ്റ്റ്യൻ അനുസരിച്ച് പിന്നെ നമ്മുടെ പതിവായ പാരഗ്രാഫ് തന്നിട്ട് അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ എഴുതുക, കവിത തന്നിട്ട് എഴുതുക. അതുപോലെ ഒരു ജീവചരിത്രക്കുറിപ്പ്, പിന്നെ കവിത അല്ലെങ്കിൽ കഥ പൂർത്തിയാക്കുക. ഇങ്ങനെയൊക്കെയുള്ളതാണ് ഈ നമ്മൾ അടിസ്ഥാന പാഠാവലി പരീക്ഷയ്ക്ക് വരുന്നത്. അപ്പം ഈ കുറച്ച് പാഠങ്ങളേ ഉള്ളൂ. പിന്നെ ആദ്യ ഭാഗത്തെ കുറച്ച് ചോദ്യങ്ങൾ, ഒരു 10-20% ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്, അതാണ് രീതി. പിന്നെ ഹെരുതിയിലുയിരോടെ എന്നുള്ള പാഠത്തിലൊരു കഥയാണ്. അതുകൊണ്ടാണ് ഞാൻ ചിലപ്പോൾ കഥ പൂർത്തിയാക്കുക എന്നൊരു ചോദ്യം വരാൻ സാധ്യത ഉണ്ട് എന്ന് ഞാൻ സൂചിപ്പിച്ചത്. പിന്നെ അവിടെ ചില പഴഞ്ചൊല്ലുകൾ ഒരെണ്ണം തന്നായിരുന്നല്ലോ, പഴഞ്ചൊല്ലുകൾ. അതായത് തലയ്ക്കുമീതെ വെള്ളം വന്നാൽ അതുക്ക് മീതെ തോണി എന്നുള്ള രീതിയിൽ പണ്ടൊക്കെ ഞങ്ങൾ പഠിക്കുമ്പോൾ ഉണ്ടായിരുന്നു. മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാകും ഒരു സൗരഭ്യം. ആ തരത്തിലുള്ള ചില പിന്നെ സെൻറ്റൻസുകൾ തന്നിട്ട് അതിൻ്റെ ആശയം വ്യക്തമാക്കുക. അങ്ങനെയൊരു ഐകമത്യം മഹാബലം, ഒത്തുപിടിച്ചാൽ മലയും പോരും, ഇങ്ങനെയൊക്കെയുള്ളതിൻ്റെ ഒരു ആശയം എന്താണെന്നൊന്ന് വിവരിച്ചെഴുതുക, ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ആ പാഠത്തിൽ പിന്നെ പകരം പദം അങ്ങനെയൊക്കെയുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. ഈ ഒരു യൂണിറ്റിലെ കാര്യം ഇത്രയാണ് വരുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും നല്ല രീതിക്ക് പരീക്ഷ എഴുതുക. എല്ലാവർക്കും A ഗ്രേഡ് കിട്ടട്ടെ എന്ന് ആശംസിക്കുകയാണ്. നമുക്കത് കഴിഞ്ഞ് മലയാളം അടിസ്ഥാന പാഠാവലി, കേരള പാഠാവലി, അത് രണ്ടും കഴിയുമ്പോൾ ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ വിശകലനക്കുറിപ്പ് കൂടെ കാണും. പിന്നെ നമുക്ക് പാഠഭാഗങ്ങൾ പിന്നൊന്നും ചെയ്യാനില്ല, നമ്മൾ ചെയ്യുന്നില്ലായിരുന്നല്ലോ. അപ്പോൾ മറ്റ് ഞാൻ ഇന്നലെ ഒന്ന് സൂചിപ്പിച്ചിരുന്നു, നിങ്ങൾക്ക് പ്രയോജനപ്രദമായ ക്ലാസ്സുകളായിരിക്കും. അവധി അല്ലെങ്കിൽ നിങ്ങൾക്ക് ആനുവൽ എക്സാം കഴിഞ്ഞിട്ടുള്ള നമ്മുടെ മധ്യവേനൽ അവധി 2 മാസം എന്നുള്ളത്, കുട്ടികളൊക്കെ ക്ലാസ്സിനും ട്യൂഷനും ഒക്കെ പോകുമെങ്കിൽ പോലും പറയുകയാണ്, നമ്മൾ പൂർണ്ണമായിട്ടും അടിച്ചു പൊളിക്കലെങ്കിലും നിങ്ങളുടെ മാനസിക ശാരീരിക ഉല്ലാസത്തിന് ഒരാവശ്യമാണ്, കളിക്കാനൊക്കെ പോകും നിങ്ങൾ, പുതിയ പുതിയ ഗെയിമുകൾ. പക്ഷേ അധിക സമയം മൊബൈലിലൊന്നും നിങ്ങൾ ഇത് ചെയ്യേണ്ടെങ്കിൽ പോലും ഞാനിടുന്ന വീഡിയോസ് അത് പാഠഭാഗവുമായി ബന്ധപ്പെട്ടതായിരിക്കില്ല. ഇനിയിപ്പോൾ സ്കൂൾ അടയ്ക്കിയല്ലേ, അതിന് ശേഷം സ്കൂൾ അടച്ചു കഴിഞ്ഞാലുള്ള പാഠഭാഗങ്ങൾ നമ്മൾ ഇടുന്നില്ലല്ലോ. പിന്നെ എല്ലാ കാണും, നമുക്ക് 2 ദിവസം കൂടുമ്പോഴോ അല്ലെങ്കിൽ എല്ലാ ദിവസവും ഓരോ വീഡിയോ ഉണ്ടാവും. അത് നിങ്ങൾക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങൾ, ചില സ്ഥലനാമ കഥകൾ അങ്ങനെയൊക്കെയുള്ള നമ്മൾ ക്രിസ്മസിന് ഇട്ടില്ലേ, അതേപോലെ. അപ്പോൾ അതും കൂടെ നിങ്ങൾ കണ്ടിട്ട് അത് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ. അതുപോലെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ എല്ലാവരും നാളെ നല്ല രീതിക്ക് പരീക്ഷ എഴുതാൻ എല്ലാവരും ആശംസിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്.